ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ 20 അംഗങ്ങൾ. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സിബിഎസ്ഇ 12ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണ്ണയ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ ഹോർമുസിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം അല്പസമയത്തിനകം. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ നെതർലാൻഡ്സ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപ് സ്വീഡനിലെത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള സൌഹൃദം കൂടുതൽ ശക്തമാക്കുന്നതിനും ഉഭയകക്ഷി ബന്ധത്തിന്റെ ആക്കം കൂട്ടുന്നതിനും സന്ദർശനം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡച്ച് പ്രധാനമന്ത്രി റോബ് യെറ്റനുമായി പ്രധാനമന്ത്രി നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധം, നിർണായക ധാതുക്കൾ തുടങ്ങിയവ സംബന്ധിച്ച 17 കരാറുകളിൽ ഒപ്പുവച്ചിരുന്നു. സ്വീഡൻ സന്ദർശനവേളയിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും അഭിസംബോധന ചെയ്യും. കേരളത്തിൽ യുഡിഎഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യുക. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ലോക്ഭവനിലെത്തി ഗവർണർക്ക് കൈമാറി. മന്ത്രിസ്ഥാനത്തെത്തുന്നവരുടെ പേരുകൾ ശ്രീ വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, ടി സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, കെ എ തുളസി, എം ലിജു, റോജി എം ജോൺ, ഒ ജെ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നുള്ള മന്ത്രിമാർ. പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, വി ഇ അബ്ദുൾ ഗഫൂർ എന്നിവരാണ് മുസ്ലിം ലീഗിൽ നിന്ന് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, സി പി ജോൺ എന്നിവർ ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിസഭയിലുണ്ടാകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറുമാകും. ചീഫ് വിപ്പിനെ കേരള കോൺഗ്രസ് പ്രഖ്യാപിക്കുമെന്നും ശ്രീ വി ഡി സതീശൻ അറിയിച്ചു. മന്ത്രിമാരുടെ വകുപ്പുകൾ നാളെ ഗവർണറെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ മില്യൺ മൈൻഡ്സ് ടെക് പാർക്ക് ഫേസ് 1, ഗ്രെമി സിറ്റി ക്യാമ്പസ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. आने वाले 25 साल में जो सेक्टर विश्व की अर्थनीति को, विश्व के अर्थतंत्र को दिशा देंगे, वो सभी क्षेत्र में आज भारत फाउंडर बनकर अपनी मजबूत उपस्थिति को दर्ज करा रहा है. एआई और डीप टेक के जो भविष्य है, इसके लिए इसके जैसे टेक पार्क बहुत बड़ा काम भी करेंगे और इसको आगे भी बढ़ाएंगे. 2 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന്റെ ഭാഗമായി ഗാന്ധിനഗറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിന്റെ ഇന്നൊവേഷൻ ആന്റ് ഇൻക്യുബേഷൻ സെന്ററും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിനഗർ ജില്ലാ സഹകരണ പാൽ ഉൽപാദക യൂണിയൻ ലിമിറ്റഡിന്റെ 5 ലക്ഷം ലിറ്റർ ശേഷിയുള്ള പ്ലാന്റും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ ഏകദേശം 33% പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലൂടെയാണ് നിറവേറ്റുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഒരു ദിവസം 256.4 ജിഗാവാട്ട് എന്ന റെക്കോർഡ് വൈദ്യുതി ആവശ്യകത ഇന്ത്യ വിജയകരമായി കൈകാര്യം ചെയ്തതായി ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ വൈദ്യുതി അടിസ്ഥാന സൌകര്യങ്ങൾ കൂടുതൽ ശക്തവും ഭാവിയിലേക്ക് സുസജ്ജവുമാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സിബിഎസ്ഇ 12ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണ്ണയ പ്രക്രിയയിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ സിബിഎസ്ഇ 12ാം ക്ലാസ് ഫലങ്ങളെക്കുറിച്ച് ഉയർന്ന ആശങ്കകൾക്ക് മറുപടി നൽകവെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് കുമാർ അറിയിച്ചതാണ് ഇക്കാര്യം. ഒഎസ്എം ആദ്യമായി 2014ൽ അവതരിപ്പിച്ചതാണെന്നും നിരവധി സർവകലാശാലകളും അന്താരാഷ്ട്ര ബോർഡുകളും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നതായും ശ്രീ സഞ്ജീവ് കുമാർ പറഞ്ഞു.
ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലൂടെ ഏകദേശം 98 ലക്ഷം ഉത്തരപേപ്പറുകളുടെ ഡിജിറ്റൽ മൂല്യനിർണ്ണയം നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ കോച്ചുകളിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് റെയിൽവേ മന്ത്രാലയം. ഇന്ന് പുലർച്ചെ 5:15ഓടെ കോട്ട ഡിവിഷനിലെ നാഗ്ദയ്ക്ക് സമീപമാണ് ഒരു ഗാർഡ് കോച്ചിലും AC 3 ടയർ കോച്ചിലും തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ യാത്രക്കാർക്കാർക്കും പരിക്കില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആഗോള എണ്ണ ഊർജ്ജ വ്യാപാരത്തിൽ നിർണായകമായ ഹോർമൂസ് കടലിടുക്കിലൂടെ ശത്രു രാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ. പാതയിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ഏർപ്പെടുത്തിയ സംവിധാനം പ്രയോജനപ്പെടുത്താൻ ഇറാനുമായി സഹകരിക്കുന്ന രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകളെ മാത്രമേ അനുവദിക്കൂ എന്ന് ഇറാൻ പാർലമെന്റിന്റെ സുരക്ഷാ സമിതി തലവൻ ഇബ്രാഹിം അസീസി പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം സുഗമമായി നടക്കണമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശനവേളയിൽ അമേരിക്കയും ചൈനയും ധാരണയായിരുന്നു. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ജീവനക്കാരെ ലക്ഷ്യമിടുന്നതും ഗതാഗത സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P. ഹരീഷ് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൌൺസിലിന്റെ പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Targeting of commercial shipping, endangering civilian crew, impeding freedom of navigation in the Strait of Hormuz are unacceptable. International law in this regard must be fully respected. Open and predictable trade flows must be preserved and fragmentation avoided. Coordinated efforts are needed to stabilize energy markets and support countries facing external and fiscal pressures. Strengthening multilateral financial support mechanisms will also be critical in this regard. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 23 റൺ വിജയം. രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ചൈനയിൽ നടക്കുന്ന ബാവോജി ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ശ്രിയാൻഷി വാലിഷെട്ടിക്ക് വെള്ളി മെഡൽ. ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ശ്രിയാൻഷി തോൽപ്പിച്ചത്. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും വ്യവസായികളുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. അബുദാബിയിലെ ബരാക ആണവ നിലയത്തിന് സമീപം ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. പ്ലാന്റിന് പുറത്തുള്ള ജനറേറ്ററിലാണ് തീപിടുത്തമുണ്ടായത്. ആർക്കും പരിക്കില്ലെന്നും പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെയോ സുരക്ഷാ സംവിധാനങ്ങളെയോ തീപിടുത്തം ബാധിച്ചില്ലെന്നും അധികൃതർ അറിയിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ് 32ാം തവണയും വിജയകരമായി കീഴടക്കി നേപ്പാളി പർവ്വതാരോഹകൻ കാമി റീത്ത ഷെർപ്പ പുതിയ ചരിത്രം കുറിച്ചു. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ സ്വന്തം ലോക റെക്കോർഡാണ് ഈ 56കാരൻ തിരുത്തിക്കുറിച്ചത്. ഇതോടൊപ്പം മൌണ്ടൻ ക്വീൻ എന്നറിയപ്പെടുന്ന ലെക്പ ഷെർപ്പയും 11ാം തവണ എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ നേപ്പാളി വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഡൊമിനിക്കയിലെ തദ്ദേശീയ ജനവിഭാഗമായ കലിനാഗോ സമൂഹത്തിന്റെ വികസനത്തിന് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ. UNDP പങ്കാളിത്തത്തിലൂടെ കലിനാഗോ ജനതയെ സഹായിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റ അറിയിച്ചു. കലിനാഗോ പ്രദേശം സന്ദർശിച്ച ശേഷം സാമൂഹിക മാധ്യമത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ 20 അംഗങ്ങൾ. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണ്ണയ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ ഹോർമൂസിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ.
ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.